ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ മാനേജേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ MBA ചേസർ. സോ നമ്മുടെ പുതിയൊരു സീരീസ് തുടങ്ങിയായിരുന്നു, ബേസിക് ടു അഡ്വാൻസ് നമ്പർ സിസ്റ്റം. അതിൻ്റെ നമ്മളെ 8ാമത്തെ വീഡിയോയിലോട്ടാണ് ഇന്ന് പോകുന്നത്. നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ ഫാക്ടേഴ്സിനെ പറ്റിയാണ്. ഇനി നമുക്ക് ഫാക്ടേഴ്സിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ നോക്കിയേക്കാം. ഫാക്ടേഴ്സ്, നമ്പേഴ്സ് വിച്ച് ഹാസ് ഓൺലി 3 ഫാക്ടേഴ്സ്. ഏതൊക്കെ ഫാക്ടേഴ്സിനാണ് ഓൺലി 3 ഫാക്ടേഴ്സ് എന്നറിയാമോ? നമ്മൾ പ്രൈം നമ്പേഴ്സ് പഠിച്ചിട്ടില്ലേ? പ്രൈം നമ്പേഴ്സ് എന്തൊക്കെയാണ്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പം 2, 3, 5, 7, 11, 13, 17 ഇതെല്ലാം ഒരു പ്രൈം നമ്പേഴ്സ്. ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ വീഡിയോസിൽ. അറിഞ്ഞുകൂടാത്തവർ ആ വീഡിയോ പോയി ഒന്ന് കണ്ട് ക്ലിയർ ആയതിനു ശേഷം ഈ വീഡിയോസ് കാണേണ്ടതാണ്. സോ പ്രൈം നമ്പറിൻ്റെ സ്ക്വയർ എപ്പോഴും അതിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വിൽ ബി 3, ഓൺലി 3 ആയിരിക്കും. നിങ്ങൾക്ക് ഏതൊരു പ്രൈം നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുത്ത് നോക്കിയോ, അതിൻ്റെ സ്ക്വയർ വിൽ ബി 3 ഫാക്ടേഴ്സ് ആയിരിക്കും. 9ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1, 3, 9 അല്ലേ? ദെൻ 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25. 20 സ്ക്വയർ എത്രയാണ്? അതിൻ്റെ ഫാക്ടേഴ്സ് 1, 5, 25. ദെൻ ഇപ്പം 13ൻ്റെ സ്ക്വയർ എടുക്കുകയാണ് 169. 1 കൊണ്ടും 13 കൊണ്ടും 169 കൊണ്ടും ആയിരിക്കും അതിൻ്റെ ഫാക്ടേഴ്സ്. അത് 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. സോ ഇതാണ് നമ്മൾ പറഞ്ഞു ഉദ്ദേശിച്ചത്. സോ ഇതൊരു നോട്ടായിട്ട് തന്നെ നിങ്ങൾ എഴുതി വെച്ചിരിക്കണം. പ്രൈം നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം അതിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വന്നിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വന്നിട്ട് 3 എണ്ണം ആയിരിക്കും. സോ ഇത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കണം. ചില ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഓർത്ത് വെച്ചിരിക്കാൻ ഞാൻ പറയുന്നത്. സോ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സം ഓഫ് ഓൾ ദി ഫാക്ടേഴ്സ്. എല്ലാ ഫാക്ടേഴ്സിൻ്റെ സമ്മിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. 12ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1 എന്തോന്ന് ഫാക്ടേഴ്സ് അല്ലേ? 1, 2, 3, 4, 5 പോയില്ല 6, ദെൻ 12. ഇപ്പോൾ എത്രയാണ്? 3, 6 എണ്ണമാണ്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും? 1 + 2 + 3 + 4 + 6 + 12. അപ്പോൾ എത്രയാണ്? 2 + 1, 3, 6, 10, 16, 26, 28 എന്നാണ് കിട്ടണം. ഇങ്ങനെ വലിയ സംഖ്യാസ് വരെയാണെങ്കിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും ഇത് ചെയ്യാൻ. സോ ഇതിനൊരു ഷോർട്ട് കട്ട് മെത്തേഡുണ്ട്. നമ്മളിതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർ നേരത്തെ വീഡിയോസ് ചെന്ന് നോക്കേണ്ടതാണ്. എങ്ങനെയെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 12ൻ്റെ 2 സ്ക്വയർ × 3. സോ ഇനിയാണ് നമ്മുടെ ഗെയിം തുടങ്ങുന്നത്. സം ഓഫ് ഓൾ ഫാക്ടേഴ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഷോർട്ട് കട്ടിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുമ്പം ശ്രദ്ധിച്ചിരുന്നോളെ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. സോ 2⁻0 + 2⁻1 + 2⁻2 എന്ന് പറയുമ്പം 0യിൽ സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ ലാസ്റ്റ് വാല്യൂ വരെ പോകുന്നതിനാണ്. സോ ഇൻറ്റു 3⁻0 + 3⁻1. അപ്പോൾ എത്രയാണ്? 2⁻0 എന്തോന്നാണ്? ഒരു നമ്പർ എക്സ് എന്ന് പറയുമ്പോൾ ഏതൊരു നമ്പർ ആയിക്കോട്ടെ, ആ നമ്പർ ⁻0 എന്തോന്നാണ്? 1 ആയിരുന്നു. അപ്പോൾ എത്രയാണ്? 1 + 2 + 4 × 1 + 3 അല്ലേ? അപ്പം 6 + 7 × 3 + 1 എത്ര? 4. ടോട്ടൽ എത്രയാണ്? 28 അല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്? സോ രണ്ടും സെയിം അല്ലേ? സോ എന്താണ് നമ്മൾ ചെയ്തത്? സോ 2 ആണെങ്കിൽ ഇവിടെ 2ൻ്റെ 2⁻0 തൊട്ട് അതിൻ്റെ ഹയസ്റ്റ് പവർ വരാം 2 വരാം. 2⁻0 + 2⁻1 + 2⁻2 × 2⁻0 + 3⁻0 + 3⁻1. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 28 എന്ന് കിട്ടും. സോ നമുക്ക് രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 36 എന്ന് പറയുമ്പം അതിൻ്റെ നമ്മൾ എങ്ങനെയാണ് ചെയ്യണം? 9 × 4 അല്ലേ 36. സോ 3⁻2 × 2⁻2. അപ്പോൾ എന്താണ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? 3⁻0 + 3⁻1 + 3⁻2 × 2⁻0 + 2⁻1 ഇവിടെ ഇൻറ്റു അല്ല, മൾട്ടിപ്ലിക്കേഷൻ അല്ല, പ്ലസ് ആണ്. 2⁻2. അപ്പോൾ എത്രയാണ്? 1 + 3 + 9 × 1 + 2 + 4. അപ്പോൾ എത്ര? 10, 13 × 5, 7 അല്ലേ? അപ്പം 70, 21, 91 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. സോ സം ഓഫ് ഓൾ ഫാക്ടേഴ്സ് എത്രയാണ്?
36ൻ്റെ 91 ആണ് നമ്മുടെ സം ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയും ഈസിയാണ്. സോ എല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതേപോലെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കും. ഞാൻ കുറച്ച് ഇട്ടുതരാം. 48, 72, 172 ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങളൊന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ട് തരേണ്ടതാണ്. എന്താണ് ഇതെങ്ങനെയാണ്, ഇതിൻ്റെ ആൻസർ എത്രയാണ്, സം ഓഫ് ഓൾ ദി ഫാക്ടേഴ്സ് എത്രയാണെന്ന് ഒന്ന് ഇട്ട് തരേണ്ടതാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ സം ഓഫ് ഓൾ ദി ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. 90 എന്ന് പറയുമ്പം 9 × 10 അല്ലേ, 3² × 5 × 2 ആണ്. സോ 2⁻1 × 3⁻2 × 5⁻1. സോ ഇതിൻ്റെ സം ഓഫ് ഓൾ ഫാക്ടേഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെ കണ്ടുപിടിക്കും? 2⁻0 + 2⁻1 × 3⁻0 + 3⁻1 + 3⁻2 × 3⁻0 + 5⁻1. സോ എത്രയാണ്? 1 + 2 × 3 അല്ല, തെറ്റിക്കല്. ഇവിടെ 1 + 3 + 9 × 1 + 5. 3 × 10 + 3 13 × 6. സോ എത്ര? 60 18 എത്ര? 178. 78 × 3 എത്രയാണ്? 120 110 234 ആയിരിക്കും നമ്മുടെ ആൻസർ. സോ എത്രയാണ്? നമ്മൾ ആദ്യം തോന്നിയത് 2ൻ്റെ റേഞ്ച് എഴുതുക. 2⁻0 + 2⁻1 × 3⁻0 + 3⁻1 + 3⁻2 × 5⁻0 + 5⁻1. അതിനെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് 13 × 3 എത്ര ചെയ്യും? നമ്മൾ 9 39 × 6 എത്ര? 180 54. സോ 4 എത്ര? 3 2 അല്ലേ? സോ ഇത്രയും ഈസി ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് കിട്ടുന്നതാണ്. സോ സം ഓഫ് ഓൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് എളുപ്പമാണെന്ന് മനസ്സിലായല്ലേ? സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഞാൻ അതിനായിട്ട് ഒരു വീഡിയോ ഇട്ട് തരുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതാണ്. ഓക്കെ. ഹൗ മെനി 2-digit നമ്പേഴ്സ് ഹാവ് ദി എക്സാക്ട്ലി 3 ഫാക്ടേഴ്സ്? എത്ര 2-digit നമ്പറിനാണ് എക്സാക്ട്ലി 3 ഫാക്ടേഴ്സ് ഉള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈം നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആണ് 3 പ്രൈം നമ്പേഴ്സിൻ്റെ സ്ക്വയറിനാണ് 3 ഫാക്ടേഴ്സ് ഉള്ളത് അല്ലേ? അപ്പം നമ്മുടെ പ്രൈം ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 2 3 5 7 11. സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 4 9 അതിൻ്റെ സ്ക്വയർ എടുക്കുകയാണ് ഞാൻ. 5ൻ്റെ സ്ക്വയർ എത്ര? 25 49. ദെൻ 21ൻ്റെ സ്ക്വയർ 11ൻ്റെ സ്ക്വയർ എത്രയാണ്? 121. ദെൻ 13ൻ്റെ സ്ക്വയർ എത്രയാണ്? 169. സോ ഇതാണ്ട് 2 2-digit നമ്പേഴ്സ് മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഏതൊക്കെയാണ്? 5ഉം 5ൻ്റെ സ്ക്വയർ 25ഉം 7ൻ്റെ സ്ക്വയർ 14 ആണ്. സോ നമ്മൾ ആൻസർ എത്രയാണ്? 2 ആണ്. 2 നമ്പേഴ്സ് ആയിരിക്കും. ഏതൊക്കെ? 5ഉം 7ഉം ആയിരിക്കും നമ്മുടെ എക്സാക്ട്ലി 3 ഫാക്ടേഴ്സ് പറഞ്ഞ 2-digit നമ്പേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായി? സോറി, ഇവിടെ 5ഉം 7ഉം അല്ല, 25ഉം 49ഉം ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെ അങ്ങ് എഴുതി വെച്ചാൽ മാത്രം മതി. എന്താണെന്ന് നമ്മളടുത്ത് ഓപ്ഷനിൽ കൊടുത്തിരിക്കും, അത് നിങ്ങൾ ഇട്ടാൽ മതി. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇഫ് n is the sum of all the factors of 60, find the number of factors of n. അപ്പോൾ 60 നമ്മൾ എങ്ങനെ എഴുതും? പ്രൈം ഫാക്ടറൈസേഷനോട്ട് ചെയ്യും. അപ്പോൾ അത് എത്രയാണ്? 6 × 10 ആണ്. സോ 3 × 2 × 2 × 5 2 × 5 സോറി, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. × 5. സോ എത്രയാണ്? 2⁻2 × 3⁻1 × 5⁻1. ഇത് അറിഞ്ഞുകൂടാത്തവർ നേരത്തുള്ള വീഡിയോസിൽ പോയി നോക്കേണ്ടതാണ്, എങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ ചെയ്തതെന്ന്. അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ സിസ്റ്റത്തിലല്ല, നമ്മൾ ഏതൊരു ടോപ്പിക്സ് എടുത്താലും അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൈം ഫാക്ടറൈസേഷൻ. സോ ഇതാണ് നമുക്ക് കിട്ടിയത്. ടോട്ടൽ നമ്പർ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ 2⁻2 × 3⁻1 × 5⁻1. സോ നമുക്കിനി സം ഓഫ് ഓൾ ഫാക്ടേഴ്സ് എന്താണ്? നമ്മുടെ n ആണ്. നമ്മുടെ നമ്പർ ഓഫ് സം ഓഫ് ഓൾ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ n ആണ്. സോ n ആണെങ്കിൽ നമ്മൾ n എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ? ഈ വീഡിയോസിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന 2⁻0 + 2⁻1 + 2⁻2 ബ്രാക്കറ്റിൽ ഹോൾ ബ്രാക്കറ്റിൽ × 3⁻0 + 3⁻1 × 5⁻0 + 5⁻1. അപ്പോൾ എത്രയാണ്? 1 + 2 + 4 × 1 + 3 ×
1 + 5 അപ്പോൾ എത്രയാണ് 5 6 7 7 4 6 അപ്പോൾ എത്രയാണ് 24 × 4 എത്രയാണ് 168 അല്ലേ? അപ്പം 168ന്റെ നമ്പർ ഓഫ് n എന്ന് പറയണം. അപ്പോൾ എത്രയാണ് 168 ആണ്. സോ നമ്മളടുത്ത് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് n ആണ്. അപ്പോൾ എന്നിനെ നമ്മൾ 7 × 2 × 2 × 2 × 3 സോ 7 × 3⁻1 × 2⁻3 എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ എങ്ങനെയാണ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുള്ളത്? അതിന് +1 നമ്മളെ പവറിനെ +1 ചെയ്തിട്ട് നമുക്കൊരു ഗ്രീൻ കളർ എടുക്കാം. പവറിനെ +7ന്റെ പവറിനെ +1 ചെയ്ത്, അതേപോലെ 3ന്റെ പവറിനെ 1 ചെയ്ത്, 2ന്റെ പവറിനെയും 1 പ്ലസും കൂട്ടിയിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 2 × 4 ഇപ്പോൾ എത്രയാണ് 8 × 2 16. അങ്ങനെ നമ്മളെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് n എന്തോന്നാണ് 16 ആണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? നമ്മളടുത്ത് ഇപ്പം n മാത്രമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി 168 എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാം. ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ വെച്ച് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാനുള്ളതാണ്, നമ്മൾ പറഞ്ഞു തരുന്നതാണ്. നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരെയാണ്. ഗിവൺ n = 24. ഫൈൻഡ് ദി ഫാക്ടേഴ്സ് ഓഫ് 24 മൾട്ടിപ്പിൾ ബൈ 4 എന്ന് പറയുമ്പം 24ന്റെ ഫാക്ടേഴ്സ് എന്തോന്നൊക്കെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ്? 1 ഒന്നില്ലാതെ എന്തോന്ന് ഫാക്ടർ അല്ലേ? 1 2 3 4 6 പിന്നെ 8 12 24 അല്ലേ? സോ ഇതിൽ ചോദിച്ചിരിക്കുന്നതെന്ന് പറയുമ്പം ഏതൊക്കെ ഫാക്ടേഴ്സാണ് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? 24ന്റെ ഫാക്ടേഴ്സിൽ മൾട്ടിപ്പിൾ ബൈ 4 ഏതൊക്കെയാണ്? 4 8 12 24 അല്ലേ? അങ്ങനെ 4 എണ്ണം. സോ ഇതേപോലെ നമുക്ക് കണ്ടുപിടിക്കുക എല്ലാത്തിലും നമുക്ക് പറ്റുന്നതല്ല. സോ നമ്മൾ എന്ത് ചെയ്യും? അതിന് വലിയ വലിയ സംഖ്യകൾക്ക് നമുക്ക് പറ്റുന്നതല്ല. സോ നമ്മൾ അതിനെന്ത് ചെയ്യും? അതിന് വേറെ ഇക്വേഷൻസ്, വേറെ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. മെത്തേഡ്സ് എങ്ങനെയെന്ന് ചോദിച്ചാൽ 24 എന്തോന്നാണ്? 24ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ 8 × 3. സോ 2�3× 3⁻1 അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് 4ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എടുക്കണം. അപ്പം 2⁻2 ആണ് അല്ലേ? അപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, ഇത് കേട്ടിരിക്കണം. സോ നമ്മൾ ഈ 2⁻3 × 3⁻1 ഇല്ലേ, അതിൽ നിന്ന് 2⁻2 പുറത്തെടുക്കും. അപ്പം 2⁻2 ബാക്കി റിമൈനിങ് എത്രയാണ്? 2⁻1 × 3⁻1 കേട്ടല്ല? പിന്നെ ഇതായിരിക്കും നമ്മൾ ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടർ എടുത്താൽ നമ്മുടെ ആൻസർ കിട്ടും. എന്ന് പറയുമ്പം ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടർ എങ്ങനെ എടുക്കും? 1 + 1 2ന്റെ 1 + 1 × 3ന്റെ 1 + 1 ചെയ്യുമ്പോൾ 2 × 2 എത്ര? 4 നമ്പേഴ്സ് ആയിരിക്കും മൾട്ടിപ്പിൾ ഓഫ് 4 ഇൻ ദി ഫാക്ടർ ഓഫ് 24. മനസ്സിലായോ? എങ്ങനെയായിരുന്നു? 24ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എടുത്തപ്പോൾ 2⁻3 × 3⁻1 കിട്ടി. 4നെ എടുത്താൽ 2⁻2 ആണ്. സോ നമ്മൾ 2⁻2 ഈ 24ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ്റെ വെളിയിലെടുത്ത്, സോ റിമൈനിങ് കിട്ടണതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ് നമ്മുടെ മൾട്ടിപ്പിൾ ഓഫ് 4 ഇൻ ദി ഫാക്ടേഴ്സ് ഓഫ് 24 വരുന്നത്. സോ നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 3 എടുത്ത് നോക്കാം. ഇപ്പം ചെറിയ വിലയാണ്, നമുക്ക് 3ഉം 6ഉം 12ഉം 24ഉം എടുക്കാം. അങ്ങനെ 4 നമ്പേഴ്സ് ആണെന്ന് പറയാം മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയാം. നമ്മൾ എന്തോന്നാണ് പഠിച്ചത്? 24ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത 2⁻3 × 3⁻1 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ എന്തോന്ന് ചെയ്യും? അതിനാ 3നെ വെളിയിലോട്ട് എടുക്കും. 3ന്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 1ഉം 3ഉം അല്ലേ? അപ്പം 3നെ വെളിയിലെടുക്കും നമ്മൾ. അപ്പോൾ എത്രയാണ്? 3⁻3 2⁻3 × വേറെ ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്തോന്നാണ്? നമുക്ക് ഈ ഒരു വാല്യൂ മാത്രം എടുത്താൽ മതി. ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. 3 + 1 4 ആയിരിക്കും നമ്മുടെ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ നമ്മൾ എന്തോന്നാണ് ചെയ്തത്? 24ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എടുത്തപ്പം 2⁻3 × 3⁻1. അപ്പം 3ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണ്? 3⁻1 അല്ലേ?
അതുകൊണ്ടാണ് നമ്മൾ 3/1 വെളിയെടുത്ത് ബാക്കി 2/3 ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചത് 3 + 1 4. അപ്പം 4 ആയിരിക്കും നമ്മളെ മൾട്ടിപ്പിൾ ഓഫ് 3. ഫാക്ടേഴ്സ് ഓഫ് 24 മൾട്ടിപ്പിൾ ബൈ 3 എത്രയായിരിക്കും? 4 ആയിരിക്കും. ഇനി ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലേ? സോ നമുക്ക് നമ്മൾ 16ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ 16ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് സെയിം മെത്തേഡ്സാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ വായിച്ചറിയാം. ഫൈൻഡ് ദി ഫാക്ടേഴ്സ് ദാറ്റ് ആർ മൾട്ടിപ്പിൾ ഓഫ് 12 ആണ്. സോ ഇതിൻ്റെ നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, കാരണം അത് തന്നിട്ടുള്ളത് തന്നെ ഒരു പ്രൈം ഫാക്ടറൈസേഷൻ ഫോമിലാണ്. സോ 5/8 7/2 എന്താണ്? 2/11 3/7 5/8 and 7/2. സോ ഫൈൻഡ് ദി ഫാക്ടേഴ്സ് വിച്ച് ആർ ദി മൾട്ടിപ്പിൾ ഓഫ് 12 എന്ന് പറയുമ്പം 12ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളത് എല്ലാത്തിൻ്റെ ഫാക്ടേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 12ൻ്റെ പ്രൈം ഫാക്ടർ 3 × 4. സോ 2/2 × 3/1. സോ അത് നമ്മൾ പുറത്തോട്ട് എടുക്കുകയാണ്. 3/2 and 2/1. അപ്പം അകത്ത് എന്തൊക്കെയായിരിക്കും? 2/9 അല്ലേ? ദെൻ 3/6, ദെൻ 5/8 7/2. സോ ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഫാക്ടേഴ്സ് ദാറ്റ് ആർ ദി മൾട്ടിപ്പിൾ ഓഫ് 12 കിട്ടും. 9 + 1 × 6 + 1 × 8 + 1 × 2 + 1. അപ്പോൾ എത്രയാണ്? 10 × 6 × 9 7 ആണ്. 10 × 7 × 9 × 3 ആയിരിക്കും കിട്ടുന്നത്. സോ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1890 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇതായിരിക്കും നമ്മുടെ നമ്പർ. ഫൈൻഡ് ദി ഫാക്ടേഴ്സ് ദാറ്റ് ആർ മൾട്ടിപ്പിൾ ഓഫ് 12. എത്ര എണ്ണം ഉണ്ട്? 1890 ഫാക്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ അകത്ത് നിന്ന്, 12ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളത്. സോ മനസ്സിലായല്ലോ. സോ അടുത്ത നമുക്ക് ബി പാർട്ട് ചെയ്ത് നോക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻഡ് ദി ഫാക്ടേഴ്സ് ദാറ്റ് ആർ ദി മൾട്ടിപ്പിൾ ഓഫ് 12 ബട്ട് നോട്ട് ദി 24 എന്ന് പറഞ്ഞാൽ 12ൻ്റെ മൾട്ടിപ്പിളും ആയിരിക്കണം, എന്നാൽ 24ൻ്റെ മൾട്ടിപ്പിൾ ആവാനും പാടില്ല. സോ അതിന് നമ്മൾ എന്ത് ചെയ്യും? ഫാക്ടേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 12 മൈനസ് ഫാക്ടേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 24 അല്ലേ? ഇത് രണ്ടും ചെയ്താലാണ് നമുക്ക് 12ൻ്റെ ഫാക്ടറും ആയിരിക്കണം, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുകയും ചെയ്യണം, എന്നാൽ 24 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനും പാടില്ല. സോ നമുക്ക് നേരത്തെ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 1090 കിട്ടിയിട്ടുള്ളത്. സോ അതിൽ നിന്ന് നമ്മൾ 24ൻ്റെ മൈനസ് ചെയ്യണം അല്ലേ? സോ നമുക്ക് 24ൻ്റെ ഫാക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ 8 × 3 പ്രൈം ഫാക്ടറൈസേഷൻ എടുക്കുകയാണെങ്കിൽ 8 × 3 2/3 × 3/1. സോ അത് നമ്മൾ നമ്മുടെ നമ്പറിൻ്റെ അകത്ത് നിന്ന് നമ്മൾ മാറ്റിയെടുക്കുകയാണ്, കാരണം അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. സോ 2/3 3/1 2/9 × 3/9 ആണോ? 9 അല്ലല്ലോ. 3 എണ്ണം കുറയ്ക്കുമ്പോൾ എത്രയാണ്? 11ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 8ആണ്. സോ 8 × 3 നിന്ന് 1 കുറയ്ക്കുമ്പോൾ 6 5/8 7/2 അല്ലേ? ഇതിൻ്റെ ഇത്രയും ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 24 കിട്ടും. ഫാക്ടേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 24 കിട്ടും. അപ്പം 8 + 1 × 6 + 1 × 8 + 1 × 2 + 1 അല്ലേ? സോ 9 × 7 × 9 × 3. സോ നമുക്ക് ഇത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എത്രയാണ്? 189 × 9. സോ 1890 നമുക്ക് ഈ ഫാക്ടേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 24 എത്രയാണ്? 189 × 9 അല്ലേ? സോ ഈ 1890 നമുക്ക് 189 × 10 എന്ന് എഴുതാം. സോ ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുകയാണ് നമ്മൾ. സോ 189 × 10 മൈനസ് 189 × 9. സോ 189 നമ്മൾ പുറത്തെടുത്താൽ 10 - 9. സോ 189 ആയിരിക്കും നമുക്ക് ആൻസർ. സോ ഫൈൻഡ് ദി ഫാക്ടേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 12 ബട്ട് നോട്ട് 24 എന്ന് എത്രയാണ്? 189 ആണ്. അത് നമ്മൾ എങ്ങനെ ചെയ്ത്? ഫാക്ടേഴ്സ് വിച്ച് ആർ ദി മൾട്ടിപ്പിൾ ഓഫ് 12 ആദ്യം ചെയ്ത് ദെൻ അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് ഫാക്ടേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 24 ചെയ്തിട്ട് അതിൻ്റെ മൈനസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ 24ൻ്റെ മൾട്ടിപ്പിൾ എത്രയാണ്? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ 2/3 × 3/1. അപ്പം അതിൻ്റെ 2/3നെയും 3/1നെയും ഈ നമ്പർ നമ്മൾ പുറത്തെടുത്ത്, അപ്പം നമുക്ക് 2/8
ദെൻ 3 raised to 6, 5 raised to 8, 5 raised to 2. അത് കിട്ടി. എന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നമുക്ക് കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് എന്തോന്ന് കിട്ടുന്നത്, നമ്മുടെ മൾട്ടിപ്പിൾ ഓഫ് 12 ഫാക്ടേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 12. ഇത് നമ്പേഴ്സാണ്. അപ്പം എത്രയാണ് 189 × 9. അതായിരിക്കും നമുക്ക് ഇവിടെ എഴുതുന്നത്. നമ്മൾ 1890 നമ്മൾ 189 × 10 ചെയ്യുന്നു. സോ അത് മൈനസ് ചെയ്ത് ലാസ്റ്റ് കിട്ടുന്ന 189 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. സോ ഇത്രയും ഈസിയാണ്. പ്രാക്ടീസ് ക്യാൻ മേക്ക് എ പേഴ്സൺ പെർഫെക്റ്റ് എന്നാണ്. സോ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ശരിയാവാൻ പറ്റുള്ളൂ. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് റിവൈസ് ചെയ്യുക.